Whoever finds me finds life and obtains favor from the Lord. ആർക്കൊക്കെ ജ്ഞാനമുണ്ടോ അവർക്ക് ദൈവത്തിൻ്റെ ഒരു ഫേവറും ലഭിക്കും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. Praise the Lord. ഇന്നത്തെ ചിന്ത സദൃശവാക്യം 8-ാം അധ്യായം. ഈ അധ്യായത്തിൽ സോളമൻ ജ്ഞാനത്തെ ഒരു വ്യക്തിയായി ചിത്രീകരിച്ചിരിക്കുകയാണ്. സോളമൻ ആദാം പുത്രന്മാരോട് ജ്ഞാനത്തെ പിന്തുടരാൻ ആഹ്വാനം ചെയ്യുന്നു. വചനത്തിൽ പല കാര്യങ്ങളെ പിന്തുടരാൻ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ പിന്തുടരാൻ, ഹെബ്രായ 11 വിശ്വാസത്തെ പിന്തുടരാൻ. ഇവിടെ സോളമൻ ശാശ്വതമക്കാരും തിങ്സ് ഓഫ് എറ്റേണൽ വാല്യൂ പിന്തുടരാൻ നമ്മളോട് പറയുന്നു. ജ്ഞാനം മേടുകളുടെ മുകളിൽ, പട്ടണവാതിക്കൽ, ഗോപുരദ്വാരത്തിൽ, പടിയരികിലൊക്കെ നിന്ന് വിളിക്കുന്നു. ജ്ഞാനം ഒരു വ്യക്തിയെ പോലെ കരയുന്നു, നിൽക്കുന്നു, സംസാരിക്കുന്നു, പാപത്തെ വെറുക്കുന്നു, ഉപദേശിക്കുന്നു, സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ജ്ഞാനം ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഒരു പ്രോമിസ്. ആരൊക്കെ ജ്ഞാനത്തെ പിന്തുടരും അവർക്ക് ധനവും മാനവും പുരാതന സമ്പത്തും ലഭിക്കും, സക്സസ് ലഭിക്കും. നിലനിൽക്കുന്ന കാര്യത്തെ അന്വേഷിക്കാനാണ് ജ്ഞാനം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുമ്പാകെ സ്വർണവും വെള്ളിയും വെക്കുവാണെങ്കിൽ നമ്മൾ ജ്ഞാനത്തെ ചൂസ് ചെയ്യണം. ജ്ഞാനം മുത്തിനേക്കാളും വിലയേറിയതാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അഹങ്കാരം, ഡംഭം, വക്രതവായ, ദുർമാർഗം ഇതൊക്കെ ജ്ഞാനം വെറുക്കുന്നു. നമ്മുടെ യൗവനപ്രായത്തിൽ തന്നെ നമ്മൾ ജ്ഞാനത്തെ പിന്തുടരണം. ജ്ഞാനവും അറിവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പിന്നത്തേലുള്ള ജീവിതം അനുഗ്രഹത്തിലേക്ക്, സക്സസിലേക്ക് പോകും. മനുഷ്യരും ദൂതന്മാരും സൃഷ്ടിപ്പൊക്കെയാണ് ഈ ജ്ഞാനത്തെ ആർജിക്കുന്നത്. ഈ ജ്ഞാനം ദൈവത്തോട് കൂടെ വസിച്ചു. ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു ശില്പിയായി, ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനായി ദൈവം ആകാശം ഭൂമി ഉണ്ടാക്കിയപ്പോഴും, മലകളും കുന്നുകളും ഉണ്ടാക്കിയപ്പോഴും, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോഴും, സമുദ്രത്തിന് അതിര് വെച്ചപ്പോഴും ഒക്കെ ജ്ഞാനം ദൈവത്തോട് കൂടെ വസിച്ചു. അവസാനം 34-ാം വാക്യത്തിൽ സോളമൻ പറയുന്നത്, Whoever finds me finds life and obtains favor from the Lord. ആർക്കൊക്കെ ജ്ഞാനമുണ്ടോ അവർക്ക് ദൈവത്തിൻ്റെ ഒരു ഫേവറും ലഭിക്കും. നമുക്ക് കാണാം വചനത്തിൽ യോസേഫിന് ദൈവത്തിന് ഫേവർ ലഭിച്ചു. കാരാഗ്രഹത്തിലും പൊത്തിഫറിന്റെ വീട്ടിൽ ജ്ഞാനത്തോടെ പെരുമാറിയുണ്ട്. പിന്നത്തേതിൽ മിസ്രൈമിന്റെ 2-ാമനായി. ശമൂവേല്, ദാവീദ്, സോളമൻ, ഡാനിയേൽ ഇവരൊക്കെ ജ്ഞാനത്തെ പിന്തുടർന്നു. നോയയ്ക്കും കൃപ ലഭിച്ചു. നമുക്ക് ഈ ജ്ഞാനത്തെ പിന്തുടരാം, ജ്ഞാനത്തെ സ്നേഹിക്കാം, നമുക്ക് കൃപ ലഭിക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.